നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് കൃഷിയെ ലാഭകരമാക്കാൻ സാധിക്കുന്ന ഏറ്റവും നൂതനമായ സംവിധാനമാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതി എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നടപ്പാത കയ്യേറി കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. 5 ദിവസത്തിനുള്ളിൽ നടപ്പാത കയ്യേറി കച്ചവട സാധനങ്ങൾ മാറ്റിയില്ലെങ്കിൽ കർശന നടപടിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ. ഇന്ത്യയിൽ RSS നയിക്കുന്ന BJP സർക്കാർ ജനങ്ങളെ അടിച്ചമർത്തുന്ന നയസമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLAയുമായ M. M. മണി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും M. M. മണി. സർക്കാരിന്റെ ഗുരുതരമായ ധനപ്രതിസന്ധി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ. വിശദമായ വാർത്തകളിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് കൃഷിയെ ലാഭകരമാക്കാൻ സാധിക്കുന്ന ഏറ്റവും നൂതനമായ സംവിധാനമാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതി എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറക്കടവ് നെല്ലിപ്പാറ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലവിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭത്തിൽ കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കണം, വരുമാനം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. കഴിഞ്ഞ ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 1-2 തലമുറകൾക്കപ്പുറം 8-10 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന ഒരു കുടുംബത്തിന് തലമുറകൾ മാറിയപ്പോൾ 1 ഏക്കർ, അര ഏക്കർ, 20 സെന്റിലേക്കൊക്കെ സ്ഥലം കുറഞ്ഞുപോയി. ഭൂവിസ്തൃതി ഇനിയും മെച്ചപ്പെടുത്തി ആദായം കൂടുതലാക്കുക എന്ന സ്ഥിതി സ്വാഭാവികമായും സാധ്യമല്ലാത്ത ഒരു സാമ്പത്തിക പരിസ്ഥിതിയും നമുക്കുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ കർഷകരും കൃത്യമായി ഭൂമിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അറിയണം. വെള്ളം കുറെ കോരിയൊഴിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ അമിതജലം ചെയ്യുന്നത് കൃഷിക്ക് നാശമാണെന്നാണ് ശാസ്ത്രീയ പഠനം. കൂടുതൽ സ്ഥലങ്ങളിൽ ഡാമുകൾ നിർമ്മിച്ച് ജലസേചന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന അപജയങ്ങളെ പ്രതിരോധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ കൃഷിയിടങ്ങളിൽ ഇനി ഈൽഡ് വർദ്ധിപ്പിക്കുക, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. അപ്പൊ കഴിഞ്ഞ ഒരു 10, 25, 30 വർഷം മുമ്പ് അല്ല 1-2 യോഗത്തിൽ കർഷക സമിതി പ്രസിഡന്റ് സിബി പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. KIIDC ജനറൽ മാനേജർ ഡോക്ടർ സുധീർ പടിക്കൽ പദ്ധതി വിശദീകരണം നടത്തി. KIIDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടുക്കുള, മുൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. നടപ്പാത കയ്യേറി കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. 5 ദിവസത്തിനുള്ളിൽ നടപ്പാത കയ്യേറിയ കച്ചവട സാധനങ്ങൾ മാറ്റിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. മൂന്നാർ ടൗണിലെ പച്ചക്കറി, പഴം മാർക്കറ്റ്, പഞ്ചായത്ത് കോംപ്ലക്സ്, മെയിൻ ബസാർ തുടങ്ങിയ ഇടങ്ങളിലാണ് പാതയോരം കയ്യേറി കച്ചവട സ്ഥാപനങ്ങൾ കച്ചവടം നടത്തി വരുന്നതായി നിരന്തരം പരാതി ഉയരുന്നത്. തോട്ടം മേഖലയിലെ അവധി ദിവസങ്ങളിലും തിരക്കിനുമൊപ്പമുള്ള സമയങ്ങളിലും മാർക്കറ്റിനുള്ളിൽ ആളുകൾക്ക് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി ഘടിപ്പിച്ചിട്ടുള്ളത്. നടപ്പാത കയ്യേറിയുള്ള കച്ചവട സാധനങ്ങളും നീക്കം ചെയ്യുവാൻ 5 ദിവസം വ്യാപാരികൾക്ക് സാവകാശം നൽകിയിട്ടുണ്ട്. മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്നാർ മാർക്കറ്റ്, പഴം പച്ചക്കറി മാർക്കറ്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് കോംപ്ലക്സ് തുടങ്ങിയവയിൽ പൊതുവഴികളിൽ കയ്യേറി കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള വന്ന വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് 2 വിഷയങ്ങളാണ് ഇപ്പോൾ വ്യാപാരി പ്രതിനിധികളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ട് പഞ്ചായത്ത് തീരുമാനം. ഇതോടൊപ്പം തന്നെ മൂന്നാർ ടൗണിലെ വഴിയോര കച്ചവടക്കാർക്കും നടപ്പാത കയ്യേറിയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ നീക്കുവാനും നിർദ്ദേശം നൽകി. സിറ്റി വിഷൻ മൂന്നാർ. LDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം വികസന വിളംബര മുന്നേറ്റ ജാഥ രാജാക്കാട്ടിൽ നിന്നും ആരംഭിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ഭരണത്തിൽ സമ്പന്ന രാജ്യങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിയതെന്ന് KK അഷറഫ് പറഞ്ഞു.
തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തിവരുന്ന പ്രചാരണ ജാഥയുടെ ഭാഗമായിട്ടാണ് LDF നേതൃത്വത്തിൽ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ MM മണി MLA ക്യാപ്റ്റനായിട്ടുള്ള ജാഥ സംഘടിപ്പിച്ചത്. രാജാക്കാട്ടിൽ നിന്നും മണ്ഡലത്തിലാകെ പ്രയാണം ആരംഭിച്ച ജാഥ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ഭരണത്തിൽ സമ്പന്ന രാജ്യങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് KK അഷറഫ് പറഞ്ഞു. ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന അമേരിക്കക്കാരന് അവന്റെ നാട്ടിൽ നടപ്പാക്കാൻ കഴിയാത്ത ഈ കൊച്ചു കേരളത്തിൽ നടപ്പിലാക്കിയത് വലിയ ധനാഢ്യന്മാരായ സമ്പന്ന രാഷ്ട്രങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതാണ് ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് സംരക്ഷണമേകിയത്. അതൊന്നും നമ്മളാരാ മറന്നു പോകുന്നത്? ദുരന്തങ്ങളുടെ ഒരു മഴ പെയ്ത്തായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിൽ അഭിമുഖീകരിച്ചു. നിപ്പ വൈറസ് വന്നു, അതിനെ തടുക്കേണ്ടി വന്നു. ഓഖി ദുരന്തമുണ്ടായി, അത് കഴിഞ്ഞ പ്രളയം വന്നു. KK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PA വിജയൻ സ്വാഗതം ആശംസിച്ചു. MM മണി ക്യാപ്റ്റനും ജിൻസൺ വർക്കി വൈസ് ക്യാപ്റ്റനും CU ജോയി മാനേജറുമായിട്ടുള്ള ജാഥയിൽ KS മോഹനൻ, NB സുനിൽകുമാർ, PN വിജയൻ, രമേശ് കൃഷ്ണൻ, സുരേഷ് പള്ളിയാടി, KG ഓമനക്കുട്ടൻ, KC അലീസ, ബേബിച്ചൻ, ചിന്താർമണി, ജിൻസൺ പച്ചാത്ത, സിജോ നടക്കൽ, സിബി മൂലപ്പറമ്പിൽ, സുനിൽകുമാർ മംഗലശ്ശേരിയിൽ, അനീഷ് എബ്രഹാം, MK ജോസഫ് തുടങ്ങിയവർ ജാഥാംഗങ്ങളാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇന്ത്യയിൽ RSS നയിക്കുന്ന BJP സർക്കാർ ജനങ്ങളെ അടിച്ചമർത്തുന്ന നയസമീപനമാണ് സ്വീകരിക്കുന്നതെന്നും CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLAയുമായ MM മണി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും ആയിരക്കണക്കിന് ആളുകൾ ജീവത്യാഗം ചെയ്താണ് സ്വാതന്ത്ര്യം നേടിയതെന്നും MM മണി പറഞ്ഞു. LDF നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന വിളംബര ജാഥയിൽ രാജാക്കാട്ടിൽ സംസാരിക്കുകയായിരുന്നു MM മണി. നമ്മുടെ രാജ്യം വലിയ ഗുരുതരമായ പ്രതിസന്ധിയില്ല. കേന്ദ്രം RSS നയിക്കുന്ന BJPയുടെ ഗവൺമെന്റാണ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. RSS ആണ് കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്നത്. നമുക്കറിയാം, 600ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ. നാട്ടുരാജ്യങ്ങൾ തങ്ങളിലുള്ള സംഘർഷത്തിൽ ഇടപെട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ അകത്ത് വരുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ ഭാഗമാണ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടാനിടയായതെന്ന കാര്യം നമുക്കറിയാവുന്ന. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും 10,000-കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ജീവത്യാഗം ചെയ്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതെന്ന കാര്യം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് കെട്ടിക്കാനും ഇന്ത്യ ഭരിക്കുന്ന സാമീപ്യം ഒരുക്കുന്നതെന്നും 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ നിർബന്ധിതമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്നും സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. 1947 ആഗസ്റ്റ് 15 മുതൽ ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റും ശാസ്ത്രിയുടെ ഗവൺമെന്റും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും പ്രിയമുള്ളവരെ അങ്ങനെ മാറി മാറി വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ഈ രാജ്യം ഭരിച്ചത്. കോൺഗ്രസ് ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്നത്തെ രാജ്യത്തെ സ്ഥിതി എന്ത്? യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ കൊന്ന സംഘം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നിടത്തേക്ക് കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരണാധികാരികൾ അവരുടെ ഭരണ നയ വൈകല്യത്തിന്റെ ഭാഗമായി RSS ഇന്ത്യയെ നയിക്കുന്ന BJP ഇന്ത്യയെ നയിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന സാമീപ്യമാണ് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. LDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് അണക്കര ടൗണിൽ നിന്നും തുടക്കമായി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDF പീരുമേട് നിയോജക മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. അണക്കര ടൗണിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സനീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ജാഥ ക്യാപ്റ്റൻ K സലികുമാറിന് പതാക കൈമാറി ജാഥ പ്രയാണത്തിന് തുടക്കം കുറിച്ചു. അതുകൊണ്ട് വികസന തുടർച്ചയ്ക്ക് LDFന് കരുത്ത് പകരുക എന്നതാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറയുന്ന വാക്ക് പാലിക്കുന്ന മുന്നണിയാണ്. പറയുക മാത്രമല്ല, പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മുന്നണിയുടെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ക്യാപ്റ്റനായി ജാഥയുടെ മാനേജർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകനും വൈസ് ക്യാപ്റ്റൻ കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി രാരിച്ചൻ നീർനാക്കുന്നതിലുമാണ്.
അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, PS രാജൻ, ES ബിജിമോൾ, ജോണി ചെരുവുംപറമ്പിൽ, VR ശശി, G വിജയാനന്ദ, ജോസ് ഫിലിപ്പ്, CS രാജേന്ദ്രൻ, KT ബിനു, ബാബു തോമസ്, Y ജയൻ, സലിം കട്ടുപാറവി, K ബാബുക്കുട്ടി എന്നിവരാണ് ജാഥ അംഗങ്ങൾ. ഉദ്ഘാടന യോഗത്തിൽ അനിൽ കൂവപ്പളാക്കൽ, കുസുമം സതീഷ, BK ധനപാൽ, TS ബിസി, CK കൃഷ്ണൻകുട്ടി, MK ജോസഫ്, ടോമി പകലോമറ്റം, PK രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ ധനപ്രതിസന്ധി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാരിനെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ആരോപിച്ചു. വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP ഉസ്മാൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ നടപ്പാകുന്നതിലൂടെ ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കപ്പെടുമെന്നതിനാൽ പദ്ധതി നിർവഹണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തടസ്സപ്പെടുത്തുവാനാണ് സർക്കാരിന്റെ ശ്രമം. അതിനുവേണ്ടി നിർവഹണ ഉദ്യോഗസ്ഥരെ പോലും നിയമിക്കുന്നില്ലെന്നത് പഞ്ചായത്തുകളെ തന്നെ തകർക്കുന്ന സമീപനമാണ്. പദ്ധതി പ്രവർത്തനം നടത്തേണ്ട സമയത്ത് 1 മാസത്തോളം സെക്രട്ടറിമാരുടെ പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യവും ഇതിനാലാണ്. ഇത് വാത്തിക്കുടി പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ്. ഒഴിവുള്ള തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവും പദ്ധതി രൂപീകരണവും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ജനപ്രതിനിധികളുടെ പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധ സമരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പുറത്തോട്ട് കുതിരകയറും. എന്താ പണം ചെലവഴിക്കാത്തത്? ഇത് 14% ചെലവഴിച്ച ജില്ലാ പഞ്ചായത്ത് പോലെയല്ല വാത്തിക്കുടി. നാളുകളിൽ പണം ചെലവഴിക്കപ്പെടാതെ വന്നാൽ ആ പണം ചെലവഴിക്കാത്തതിന് ഉത്തരവാദിത്വവും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അവിടെ പുനർനിയമനം നടത്താനും അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്ക് ആവശ്യമെന്ന് നിർബന്ധിത അവധി കൊടുത്ത് പകരം ആളെ നിയമിക്കുന്നതിനും ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന നീതിപൂർവമായ ആവശ്യം ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്നു. ഉടൻ തന്നെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പദ്ധതി നിർവഹണ തടസ്സം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. ദേശീയപാത നിർമ്മാണ ജോലികൾക്കിടെ ക്രെയിൻ മറിഞ്ഞ അപകടം. ദേശീയപാത 85 അടിമാലി കമ്പി ലൈനിലാണ് അപകടം നടന്നത്. നിർമ്മാണ ജോലികൾക്കിടെ ക്രെയിൻ പാതയോരത്തേക്ക് മറിയുകയായിരുന്നു. ദേശീയപാത 85 നിർമ്മാണ ജോലികൾക്കിടെ ക്രെയിൻ മറഞ്ഞ അപകടം സംഭവിച്ചു. അടിമാലി കമ്പി ലൈനിലാണ് അപകടമുണ്ടായത്. നിർമ്മാണ ജോലികൾക്കിടെ ക്രെയിൻ പാതയോരത്തേക്ക് മറിയുകയായിരുന്നു. ക്രെയിൻ പതിച്ചതിനെ തുടർന്ന് പാതയോരത്തുണ്ടായിരുന്ന വീടിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നിർമ്മാണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് വലിയ കോൺക്രീറ്റ് ഓട ഉറപ്പിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ വിസ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം കട്ടപ്പനക്കുന്ന് നാലാഞ്ചിറ സ്വദേശിയായ ദേവപ്രസാദാണ് പോലീസിന്റെ പിടിയിലായത്. 2012 കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 7 വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായ ഇയാൾ വിദേശത്ത് ജോലിക്കായി വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയായിരുന്നു. 2012 ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ LP സ്ക്വാഡ് കുറച്ച് മാസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന കമ്പനി ആലപ്പുഴ ജില്ലയിലെ അരൂർ ബ്രാഞ്ചിൽ വന്ന സമയത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ. പൊതുവിദ്യാലയങ്ങളുടെ മികവ് പങ്കുവയ്ക്കുന്നതിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച രാജ്യത്തെ ഏക വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയായ കേറ്റ് ഹരിത വിദ്യാലയം 4.0 ഗ്രാൻഡ് ഫിനാലിലാണ് ഇടുക്കി ജില്ലയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് 825 സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 86 സ്കൂളുകളാണ് കൈഹരിത വിദ്യാലയം 4.0യുടെ ആദ്യ റൗണ്ടിൽ മത്സരിച്ചത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 26 സ്കൂളുകളാണ് രണ്ടാം റൗണ്ടിൽ എത്തിയതെന്നും അതിൽ വലിയ സന്തോഷമുണ്ടെന്നും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഹേമ പ്രതികരിച്ചു. ഇടുക്കി ഡിസ്ട്രിക്റ്റിലിருந்து ஹரித வித்யாலயம் காம்படிஷனில் ஒரே ஒரு பள்ளி மட்டுமே அவர்கள் தேர்ந்தெடுத்திருந்தார்கள். அதில் LFGHS நம்முடைய பள்ளி என்பது மிக பெருமைக்குரியது. அதன் பின் 36 பள்ளிகளை அவர்கள் தேர்ந்தெடுத்தார்கள். அதிலிருந்து திரும்பவும் 26 பள்ளிகளை அவர்கள் தேர்ந்தெடுத்தார்கள். கேரள மாநிலத்தில் 26 பள்ளிகளில் நம் பள்ளி ஒரு பள்ளி என்பது மிக பெருமைக்குரியது. 2 ലക്ഷത്തോളം കുട്ടികളാണ് വിവിധ ഘട്ടങ്ങളിലായി ഷോയുടെ ഭാഗമായത്. സെക്കൻഡറി വിഭാഗം സംസ്ഥാന തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ജില്ലയിലെ മലയോര പ്ലാന്റേഷൻ മേഖലകളിലെ കുട്ടികൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്തു. തമിഴ് ഭാഷ ന്യൂനപക്ഷ മേഖലയായ മൂന്നാറിൽ മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്നതിനൊപ്പം നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പഠന പ്രവർത്തനങ്ങൾ, കലാ കായിക പ്രവർത്തനങ്ങളിലെ മികവ്, PTA, SMC, നാട്ടുകാർ എന്നിവയുടെ പിന്തുണയോടെയും സഹകരണത്തോടെയും പ്രവർത്തിക്കുന്ന ജനകീയ വിദ്യാലയം തുടങ്ങിയ മികവുകളാണ് സ്കൂളുകളെ സമ്മാനത്തിന് അർഹമാക്കിയത്. കൈറ്റ് സംഘടിപ്പിച്ച ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ 4.0യിൽ പങ്കെടുക്കുവാനായിട്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് മൂന്നാർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സാധിച്ചത് ഏറെ അഭിമാനമായി കരുതുകയാണ്. ഈ നേട്ടം കൈവരിക്കുവാനായിട്ട് അധ്യാപകരും ഒപ്പം കുട്ടികളും PTA-യുടെയും സഹകരണത്തോടെ ഞങ്ങൾക്ക് ഇത് വളരെ അഭിമാനമായ നേട്ടമാക്കി തീർക്കുവാനായിട്ട് സാധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി V. ശിവൻകുട്ടിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. മന്ത്രിയുടെ പക്കലിൽ നിന്നും നേരിട്ട് അവാർഡ് വാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ 4.0യിൽ ഇടുക്കിയിൽ നിന്ന് സെലക്ട് ആയ ഏക സ്കൂൾ ഞങ്ങളായിരുന്നു. അതിൽ നല്ല അഭിമാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ഈ അവാർഡ് മേടിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ മികവുകളും കണ്ടാണ് അവര് ഞങ്ങൾക്ക് ഈ അവാർഡ് തന്നത്. സോ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നതിന് നല്ല അഭിമാനമുണ്ട്. പ്രത്യേക പുരസ്കാരമായ ശില്പവും 50,000 രൂപയുമാണ് മൂന്നാർ ഗേൾസ് ഹൈസ്കൂളിന് ലഭിച്ചത്. സിറ്റി വിഷൻ മൂന്നാർ. KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് എതിര് നിൽക്കുന്നുവെന്നത് വാസ്തവ വിരുദ്ധമാണെന്നും നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മന്ത്രിമാരുടെയും LDFന്റെയും രാഷ്ട്രീയ നാടകം പൊതുജനം തിരിച്ചറിയണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എതിരു നിൽക്കുന്നു എന്നത് വാസ്തവ വിരുദ്ധമെന്നും നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെയും CV വർഗീസിന്റെയും രാഷ്ട്രീയ നാടകം പൊതുജനം തിരിച്ചറിയണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി. 2015-20 UDF ഭരണസമിതിയുടെ അവസാന സമയമാണ് ചെറുതോണി ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. ഇതിനുശേഷം വന്ന LDF ഭരണസമിതിക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം.
2020-25 LDF ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി 10-11-22 ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുന്നതിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി 15-10-22 ജില്ലാ പഞ്ചായത്തിന്റെ 9/1 നമ്പർ തീരുമാനപ്രകാരം RTOയ്ക്ക് കത്ത് നൽകുകയും ഇതിനുശേഷം 4-5-23 റിമൈൻഡർ നൽകുകയും ചെയ്തു. ഈ കത്തിന് മറുപടി പോലും നൽകുവാൻ തയ്യാറായിട്ടില്ല. RTOയുടെ അംഗീകാരം വാങ്ങാൻ LDF ഭരണസമിതിക്ക് സാധിച്ചില്ല. ബസ് സ്റ്റാൻഡ് ആൻഡ് കംഫർട്ട് സ്റ്റേഷൻ എന്നിവയുടെ നടത്തിപ്പിനായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കരാർ വെച്ച് കൈമാറുന്നതിന് 11/6-24 ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നു. ഇതിനുശേഷം 1/7-24 കമ്മിറ്റിയിൽ നടത്തിപ്പവകാശം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടേണ്ട കരാറും വ്യവസ്ഥകളും ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്യുന്നു. ഇവിടെയാണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും വാഴത്തോപ്പ് പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വത്തിലുള്ളതായിട്ടും ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും വികസന കാര്യങ്ങളിൽ ഒരേ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ബസ് സ്റ്റാൻഡുകളുടെ നടത്തിപ്പവകാശങ്ങൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മാത്രമാണ്. ഒരു വർഷം മുമ്പെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാത്ത കഴിഞ്ഞ LDF ഭരണസമിതി തികഞ്ഞ പരാജയമായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ചില പത്രവാർത്തകൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഭരണസമിതി ഈ ബസ് സ്റ്റാൻഡിന് അനുവദിച്ച ഒരു 40 ലക്ഷം രൂപയുടെ വർക്ക് അത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഞങ്ങളിപ്പോൾ 1 കോടി രൂപ ഇതിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ചെറുതോണി ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് 29/1/2026 മന്ത്രിയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ 31/1/2026 യോഗം വിളിക്കുന്നു. പിന്നീട് ചില എതിർപ്പുകളെ തുടർന്ന് മാറ്റിവെക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണം പണി പൂർത്തീകരിച്ചാൽ ഉദ്ഘാടനത്തിനായി യോഗം വിളിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിക്കുമ്പോൾ വരേണ്ടയാളാണ് സ്ഥലം MLA. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പിതൃത്വം തനിക്കാണെന്ന് കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങാനാണ് റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷില സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി സജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി റെജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി സാബു, ആൻസി ജെയിംസ്, PS സജി, സജി P ജോസ്, മനോജ് കോക്കാട്ട്, ടോണി തോമസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. CST സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന 4ാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാൻജോ വോളി ടൂർണമെന്റ് മാർച്ച് 6 മുതൽ 8 വരെ രാജാക്കാട് മുലക്കാനം സാൻജോ കോളേജ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. അകാലത്തിൽ വേർപിരിഞ്ഞ CST സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചുവരുന്ന വോളിബോൾ മത്സരത്തിന് രാജാക്കാട് മുള്ളയ്ക്കാനം സാൻജോ കോളേജ് ഒരുങ്ങി. ഫാദർ എബിൻ കുഴിമുള്ളി CSTയുടെ സ്മരണാർത്ഥം നമ്മൾ സംഘടിപ്പിക്കുന്ന 4ാമത് സാൻജോ വോളി ഈ മാസം 6, 7, 8 തീയതികളിൽ, വെള്ളി, ശനി, ഞായർ തീയതികളിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സാൻജോ കോളേജ് മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു. ഇനി ഫ്ലഡ് ലൈറ്റും കൂടെ ഒരുക്കാനുള്ള ഒരു സമയം കൂടിയേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് പ്രാദേശിക ടീമുകളുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. 1ാം സമ്മാനമായി 50,001 രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും, 2ാം സമ്മാനമായി 40,001 രൂപ ക്യാഷ് അവാർഡും സാൻജോ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക മത്സര വിജയികൾക്ക് 10,001, 7,501 എന്നിങ്ങനെ 1ഉം 2ഉം സമ്മാനങ്ങളും എവർ റോളിംഗ് ട്രോഫിയും നൽകും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ തുകയൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് കൊടുത്തിരുന്നത്.
ഇപ്രാവശ്യം നമ്മൾ 50,001 രൂപയാണ് ഫസ്റ്റ് പ്രൈസും 40,001 രൂപ സെക്കൻഡ് പ്രൈസും മെയിൻ കളിക്കും. പ്രാദേശിക കളികൾക്ക് 10,001 7,001 രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ അന്തർ സംസ്ഥാന മത്സരത്തിൽ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതുപോലെ തന്നെ കർണാടകയും ടീമുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ വോളിബോൾ മാമാങ്കത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാംഗ്ലൂർ വിദ്യാഭവൻ, ന്യൂ സ്റ്റാർ ഇടുക്കി, പാലാ സിക്സസ്, തൊടുപുഴ സിക്സസ്, ഹൈറേഞ്ച് സിക്സസ്, ചേറ്റുകുഴി നവജീവൻ, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബ്, കോഴിക്കോട് ലിസ കോളേജ് എന്നീ ടീമുകൾ അംഗത്തിനിറങ്ങും. 6-ാം തീയതി മന്ത്രി റോഷി അഗസ്ത്യൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, CST സെയിന്റ് ജോസഫ്സ് പ്രൊവിൻഷ്യന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ രാജീവ് ഞാണക്കൽ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിപിൻ ചെറുതാനിക്കൽ, രാജാക്കാട് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത്, ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ, ഫാദർ ജോൺ കലൂർ, ഫാദർ എബിൻ ആലുങ്കൽ താഴെ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വർഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയുമായി അന്തർസംസ്ഥാന വോളിബോൾ ടൂർണമെൻറ്റിൽ 8 പ്രഗത്ഭ ടീമുകൾ പങ്കെടുക്കുന്നു. അതിനു പുറമെ പ്രാദേശിക ക്ലബ്ബുകളുടെ 8 ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 4 മണി മുതൽ പ്രാദേശിക ടീമുകളുടെ മത്സരം നടത്തപ്പെടുകയും 6 മണിക്ക് ശേഷം പ്രധാന ടീമുകളുടെ മത്സരം നടത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 3 ദിവസമാണ് ഈ മത്സരം നടത്തപ്പെടുന്നത്. സമാപന സമ്മേളനം ബൈസൺ വാലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു ഉദ്ഘാടനം ചെയ്യും. CST സഭ ജനറൽ കൗൺസിലർ കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ പണി കഴിപ്പിച്ച സ്നേഹമന്ദിരം പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ പകൽ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒറ്റപ്പെടലിന്റെയും വിരസതയുടെയും വേദനയനുഭവിക്കുന്ന ജില്ലയിലെ വയോജനങ്ങൾക്ക് ഒത്തുചേരുന്നതിനും വിനോദങ്ങളിലേർപ്പെടുന്നതിനും അസുഖബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും അവർക്കുവേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പകൽ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മുരിക്കാശ്ശേരി സ്നേഹമന്ദിരം അഗതി മന്ദിരത്തിനോട് ചേർന്ന് നിർമ്മിച്ച പകൽ വീടിന്റെ ശിലാഫലക അനാച്ഛാദനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാകുന്നേലും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫനും നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം. ഞാനിപ്പോ കഴിഞ്ഞ ഭരണസമിതിയിലെ 10 വർഷം 15 വർഷം മുമ്പൊന്നും ആയപ്പോൾ ഇങ്ങനെയൊന്നും ഒരു ആവശ്യം ആളുകൾ ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് എല്ലാ പഞ്ചായത്തിൽ നിന്നും ആവശ്യക്കാരുണ്ട് പകൽ വീടിന്. കാരണം ഇവർക്കൊന്ന് വരാനും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് സംസാരിക്കാനും പരസ്പരം സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒന്ന് കൈമാറാനും ഒക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനി നമ്മുടെ നാട്ടില് അത്യന്താപേക്ഷിതമാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ADM ഷൈജു P. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പകൽ വീടിന് സ്ഥലം നൽകിയ പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ ബ്രദർ VC രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച മൂങ്ങാപ്പാറ അങ്കണവാടി ടീച്ചർ ഗീത KS-നെ ആദരിച്ചു. പഞ്ചായത്തിലെ മുതിർന്ന 19 പേർക്ക് പകൽ വീട് ഉദ്ഘാടന സമ്മാനങ്ങൾ നൽകി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി സജി, ഷൈനി റെജി, അംഗം മിനി സാംബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളവിക ബാബു, പടമുഖം ഫൊറോന പള്ളിവികാരി ഫാദർ ഷാജു ചാമപ്പാറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു, മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോമ്പിൾ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ബോബസ് KM, D. ക്ലാർക്ക് സെബാസ്റ്റ്യൻ, മുരിക്കാശ്ശേരി വ്യാപാര സമിതി പ്രസിഡന്റ് ജോസ് പുലിക്കോടൻ, ഷൈനി രാജു, KM ജലാലുദ്ദീൻ, ജോർജ് അമ്പഴം തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. മഹാകുംഭാഭിഷേകം നടത്താൻ ഒരുങ്ങി പൂപ്പാറ തലക്കുളം ശ്രീ സെൽവ വിനായകം ക്ഷേത്രം. ഈ മാസം 6, 7, 8 തീയതികളിലായിട്ടാണ് മഹാകുംഭാഭിഷേകം നടക്കുന്നത്. കുംഭാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂപ്പാറ തലക്കുളം മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെ സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ ശ്രീ സെൽവവിനായകം ക്ഷേത്രത്തിന്റെ മഹാകുംഭാഭിഷേകം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ഈ മാസം 6, 7, 8 തീയതികളിൽ നടക്കും. ശിവഗിരി M. സോമസയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പൂപ്പാറ തലക്കുളം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സെൽവവിനായകം ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത്.
പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥമുപയോഗിച്ച് 8-ാം തീയതി ഞായറാഴ്ച കുംഭാഭിഷേകം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. பூப்பார தலக்கோலம் அருள்மிகு ஸ்ரீ செல்வ விநாயகர் திருக்கோவில் சிவபெருமான் மகா கும்பாபிஷேக விழா அழைப்புதல். கோவில் வேலைகள் அனைத்தும் நிறைவடைந்து விட்டது. இந்த மாதம் 6, 7, 8 தேதிகளில் கும்பாபிஷேகம் நடைபெற உள்ளதால் சோம கந்தர் குருக்கள் தலைமையில் கும்பாபிஷேக விழா நடைபெற உள்ளது. விழா குழு ஊர் மக்கள் சார்பாக வருக வருக என வரவேற்கும் பக்த கோடிகள் அனைவரையும் வரவேற்கிறோம். ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും വിവിധ ആചാരാനുഷ്ഠാനങ്ങളും പൂജകർമ്മങ്ങളും നടക്കും. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യേ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആർ പാണ്ഡ്യാർ, വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രൻ, സെക്രട്ടറി AS വെങ്കിട്ടേശൻ, ട്രഷറർ N ബാലമുരുകൻ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, പൂപ്പാറ. പാമ്പാടുംപാറയിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഹരിതസേന ഈക്കോസെൻസ് പരിപാടിയുടെ ഭാഗമായാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വോത്സവം 2026 നടത്തിയത്. പഞ്ചായത്തിലെ മുഴുവൻ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 6, 7, 8, 9+1 ക്ലാസുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റുകളും പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളിൽ മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വബോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിലും സമൂഹത്തിലും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമ്മ രാജൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരിഫ അയ്യൂബ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി മരുതോയിൽ, വിഷ്ണു ശ്രീമന്ദിരം, ആൻസ്മ മാത്യു, കോർഡിനേറ്റർമാരായ J ഉദയകുമാർ, ടിബിൻ, വർഷാമോൾ R എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ, വെള്ളി ഗ്രാമിന് 295 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് കൃഷിയെ ലാഭകരമാക്കാൻ സാധിക്കുന്ന ഏറ്റവും നൂതനമായ സംവിധാനമാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതി എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നടപ്പാത കയ്യേറി കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. 5 ദിവസത്തിനുള്ളിൽ നടപ്പാത കയ്യേറി കച്ചവട സാധനങ്ങൾ മാറ്റിയില്ലെങ്കിൽ കർശന നടപടിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S വിജയകുമാർ. ഇന്ത്യയിൽ RSS നയിക്കുന്ന BJP സർക്കാർ ജനങ്ങളെ അടിച്ചമർത്തുന്ന നയസമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLAയുമായ M. M. മണി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും M. M. മണി. സർക്കാരിന്റെ ഗുരുതരമായ ധനപ്രതിസന്ധി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.